ശ്രീ അനിൽകുമാർ അയ്യപ്പൻ ഈ പാലായിലെ അഭിവന്ദ്യ കല്ലറങ്ങാട്ട് പിതാവ് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ മാപ്പ് പറയിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ ഇറങ്ങിത്തിരിച്ചു. പിന്നീട് നമുക്കറിയാം, തലശ്ശേരിയിൽ ആന്റണി അച്ഛൻ ഒരു പ്രസംഗം നടത്തിയപ്പോൾ അന്ന് മാപ്പ് പറയിപ്പിക്കണം എന്ന ലക്ഷ്യവുമായി അവർ ഇറങ്ങിത്തിരിക്കുകയുണ്ടായി. ഇപ്പോൾ മാനന്തവാടിയിലെ സിസ്റ്റർ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിത്തിരിച്ചു. എന്താണ് ഈ മാപ്പ് പറയിപ്പിക്കലിൻ്റെ നീതിശാസ്ത്രം? എന്താണ് ഇസ്ലാമിക വീക്ഷണപ്രകാരം എന്താണ് ഈ മാപ്പ് പറയിപ്പിക്കുക എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ഇത് അവരുടെ തിയോളജിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇപ്പോ നമ്മളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തി മാപ്പ് പറയുക എന്ന് പറയുന്നത് അയാൾക്ക് അയാളുടെ തെറ്റുബോധ്യമായി, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു ബോധ്യത്തിന്റെ പുറത്താണ് അയാൾ മാപ്പ് പറയാൻ വരുന്നത്. അങ്ങനെ അയാൾ മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാപ്പ് കൊടുക്കും. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രമാണം. പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കർത്താവ് പറഞ്ഞത് അങ്ങനെയാണല്ലോ, 70 വട്ടം ക്ഷമിക്കുക എന്നുള്ളതാണ്. വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കുക എന്നുള്ളതാണ്. അതെ, അങ്ങനെ ഒരു കാര്യമാണ്. ക്ഷമ ചോദിക്കുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും. എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അത് വേറൊരു വിധത്തിലാണ് അവർ കിട്ടിയിരിക്കുന്ന പഠിപ്പിക്കല്. അതായത് ഒരാൾ മാപ്പ് പറയുന്നു എന്ന് വെച്ചാൽ അവരുടെ ഇതിലപ്പം തന്നെ അയാൾ അത് കൺഫ്യൂഷൻ ചെയ്യാണ്, ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. തെറ്റ് ചെയ്താൽ പിന്നെ അയാൾ ശിക്ഷാർഹനാണ്. ഈ ചിന്താഗതിയാണ്. അത് ഒരായത്തുണ്ട്, സൂറ 47:35. അവിടെ ഇങ്ങനെ പറയുന്നത്, ആകയാൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നിരിക്കെ ശത്രുക്കളെ നിങ്ങൾ സന്ധിക്ക് ക്ഷണിക്കുകയും ചെയ്യരുത്. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും അവർ നഷ്ടപ്പെടുത്തുകയില്ല. അപ്പൊ ഈ ഒരാളോട് ഇന്ന് മാപ്പ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൗർബല്യം കാണിക്കലായിട്ടാണ് അവർ പരിഗണിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അത് ദൗർബല്യമല്ല. ശരിക്കും ധീരനായ ഒരാൾക്ക് മാത്രമേ തന്റെ സ്വന്തം തെറ്റ് ബോധ്യപ്പെട്ടിട്ട് അത് അംഗീകരിച്ച് ക്ഷമ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാൻ പറ്റുകയുള്ളൂ, മാപ്പ് ചോദിക്കാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ ഇവരുടെ പഠിപ്പിക്കുന്ന നേരെ തിരിച്ചാണ്. അത് ദൗർബല്യമാണ്, നിങ്ങൾ അങ്ങനെ കാണിക്കരുത്, നിങ്ങൾ ദൗർബല്യം കാണിക്കാൻ പാടില്ല, നിങ്ങളാണ് ഉന്നതന്മാര്, നിങ്ങൾ ശത്രുക്കളോട് സന്ധിക്ക് പോയിട്ട് അങ്ങോട്ട് പോയി നിങ്ങൾ അപേക്ഷിക്കാനൊന്നും പാടില്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശക്തി നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ ശക്തിയുടെ ഇതിൽ അവരെ ഭയപ്പെടുത്തിയിട്ട് പിന്നെ അവരെ കൊണ്ട് ഇങ്ങോട്ടേക്ക് സന്ധിക്ക് അപേക്ഷിക്കുക അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുക ചെയ്യാന്നുള്ളതാണ്. ഇത് ക്ഷമ ചോദിച്ചതിൽ പ്രത്യേകം നമ്മൾ അറിയേണ്ട വളരെ അപകടകരമായ ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടിൽ ഒരാൾ ക്ഷമ ചോദിച്ചെന്ന് വെച്ചോ, ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് സാധാരണ മുസ്ലിങ്ങളല്ല, മതഭ്രാന്തുള്ള മുസ്ലിങ്ങളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവൻ ശിക്ഷയ്ക്ക് അർഹനാണ്. കാരണം അവന്റെ തെറ്റ് സ്വയം സമ്മതിച്ചു, അതുകൊണ്ടാണല്ലോ ഒന്ന് ക്ഷമ ചോദിച്ചത്. ഇത് ജോസഫ് മാഷിന്റെ കേസിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടതാണ്. ജോസഫ് മാഷ് ക്ഷമ ചോദിച്ചു, പിന്നീടാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണം വരുന്നത്, കൈകാലം വെട്ടിക്കളയുന്നത്. ബാക്കി പലരെയും ഇവര് ക്ഷമ ചോദിപ്പിക്കുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കേസുകളിലും പലരെ കൊണ്ടും ഇവര് ക്ഷമ പറയിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇവർക്കെതിരായിട്ട് കൃത്യമായിട്ട് ഇവരുടെ പ്രമാണങ്ങളിലുള്ള കാര്യമൊക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ചരിത്രത്തിലുള്ളതായിരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ പറയിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. കാരണം ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം തങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരെപ്പോഴെങ്കിലും അതിനുള്ള ശിക്ഷ കൊടുത്തുകൊള്ളും. ആ ഒരു ഉദ്ദേശത്തിൽ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ക്ഷമ പറയാൻ നിൽക്കരുത്, ഒരു കാരണവശാലും. ഞാൻ ഈ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലെ തള്ളണം എന്നല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മളുമായിട്ട് അങ്ങോട്ട് ആരോട്ടും പ്രശ്നത്തിൽ നമ്മൾ പോകുന്നില്ലല്ലോ. നമ്മളുമായിട്ട് ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് പിന്നെ അതൊരു പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുക, ആ സിസ്റ്റർ തന്നെ അവരെ കുറേ പ്രകോപിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ വായിന്നൊരു വാക്ക് വന്നത്, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചത്. അപ്പൊ അതുപോലെയൊക്കെയുള്ള നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്ഷമ പറയണമെങ്കിൽ ആദ്യം അവിടെ നിന്ന് പറയാൻ പറയണം. അപ്പൊ അവര് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാനും പറയാം. ആ നിലപാടിൽ നിൽക്കണം. മുസ്ലിങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ഈ നിലപാടെടുക്കണം എപ്പോഴും. അല്ല എന്നുണ്ടെങ്കിൽ അത് ദോഷം ചെയ്യും. ജോസഫ് മാഷിനൊക്കെ പറ്റിയത് നമ്മുടെ മുമ്പാകെയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഈ സംഗതി ഇതിനോട് ചേർത്ത് എനിക്ക് ഒരു കാര്യം കൂടി പലരോട് ചോദിച്ചതല്ല, പക്ഷെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അതായത് നമ്മൾ ഈ ചിന്തിക്കുന്നതിന്റെ അപ്പുറം ജിഹാദികൾക്ക് ഇതിൽ പല ഉദ്ദേശങ്ങളും ഉണ്ട്. ഇവർ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ ക്രിസ്ത്യ സ്ഥാപനങ്ങളിലാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യ സ്ഥാപനങ്ങളിലാണ്. ഇപ്പൊ ഈ നഴ്സുമാരുടെ സമരം, ആ ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ഒരുത്തിന്റെ നേതൃത്വത്തിൽ നഴ്സുമാരുടെ ഒരു യൂണിയനൊക്കെ ഉണ്ടാവുകയും സമരം നടക്കുകയും ചെയ്തു. എവിടെയാണ് നടന്നത്? അത് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളിലാണ് സമരം നടന്നത്, നഴ്സുമാരുടെ സമരം നടന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹിജാബ് എന്ന പേരിൽ പർദ്ദ ധരിപ്പിച്ചു വിടാനുള്ള അവകാശം കിട്ടാൻ, ഇത് നമ്മൾ ഹിജാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ആയിരിക്കും ചുമ്മാ മുഖം മറയ്ക്കുന്നത്, അല്ല ഈ തല മറയ്ക്കുന്നതല്ല, കൃത്യമായിട്ട് പർദ്ദയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ കർണാടകയിലത്തെ പ്രശ്നത്തിൽ നമ്മൾ കണ്ടതാണ്. ആ പെൺകുട്ടി, അള്ളാഹു അക്ബർ വിളിക്കുന്ന ആ പെൺകുട്ടി
ആ, കേവലം മുഖം മറക്കുകയല്ല ചെയ്തിട്ടുള്ളത്, കറുത്ത വസ്ത്രത്തിനുള്ളിലാണ്, മൊത്തമായിട്ട് കറുത്ത വസ്ത്രത്തിനുള്ളിലാണ്. അതേസമയം നേരത്തെ കെവിൻ പീറ്റർ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കീറിയ ജീൻസ് ഒക്കെയാണ് ഇട്ട് നടക്കുന്നവർ. കീറിയ ജീൻസ് ഒക്കെ ഇട്ടിട്ട് സ്റ്റൈല്, ഫാഷന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ ഇതും കാണിക്കുന്നു. പക്ഷെ കോളേജിലേക്ക് വരുന്ന സമയത്ത് മാത്രം മതവേഷത്തിലേ വരികയുള്ളൂ. അത് കൃത്യമായ ഒരു അജണ്ടയാണത്. ആ സ്ഥാപനം തകർക്കുക എന്നുള്ളതാണ്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ പ്രത്യേകമായിട്ട് ഒരു ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പൊ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡോക്ടർ ഫസൽ ഗഫൂർ അയച്ച ഒരു സർക്കുലർ, അത് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിട്ട് അത് കിടന്ന് കറങ്ങുന്നുണ്ട്. അതില് ഫസൽ ഗഫൂർ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, 2018 കേരള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തില് മുഖം വിദ്യാർത്ഥിനികൾ മറച്ചുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള വസ്ത്രധാരണത്തിലും ക്ലാസ്സുകൾ വരുന്നില്ല. ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഒരു വിദ്യാർത്ഥിനിയും മുഖം മറച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. അവർ ഒരു വിവാദത്തിനും ഇടം കൊടുക്കാതെ 2019-2020 അധ്യയന വർഷം മുതൽ ഇത് പ്രാവർത്തികമാക്കണം, ഇത് നിയമമാക്കണം. ഇതൊക്കെ ഈ നിയമമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇനി കോളേജിന്റെ കലണ്ടർ തയ്യാറാക്കണമെന്ന് പുള്ളി സർക്കുലറിൽ എഴുതിയിട്ടുണ്ട് ഫസൽ ഗഫൂർ. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവിടെ. ഈ നിയമത്തിനെതിരെ ഫസൽ ഗഫൂർ പറഞ്ഞ ഈ നിയമത്തിനെതിരെ അദ്ദേഹം അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ശരിയായ കാര്യവുമാണ്. പക്ഷെ അതിനെതിരെ SFIയോ ASFോ ഒരാളോ അല്ലെങ്കിൽ MSF ആണ്, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതെ, ഇവരൊന്നും ഫസൽ ഗഫൂറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയില്ല. KSUക്കാർ ആരും ചെയ്തില്ല. അത് MISന്റെ കോളേജുകളിൽ പെൺമക്കളെ വിട്ട് പഠിപ്പിക്കുന്ന ഒരു ബാപ്പയും തന്റെ മോളെ, എന്താണ് ഈ മതഭ്രാന്ത് മൂത്ത ഒരു പാപ്പയും, എടുത്തു പറയട്ടെ, സാധാരണ മുസ്ലിങ്ങളുടെ കാര്യമല്ല, മതഭ്രാന്ത് മൂത്ത ഒരു പാപ്പയും അല്ലെങ്കിൽ ഉമ്മയും അവരുടെ മക്കളെ മതം വേഷം കെട്ടിച്ചിട്ട് സ്കൂളിലേക്ക് അയച്ചിട്ടില്ല. അതേസമയം ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കുന്ന ഈ പെൺകുട്ടികളെ ഈ മാതാപിതാക്കൾ എന്താ ചെയ്യുന്നത്? ഈ മതഭ്രാന്ത് മൂത്തവന്മാർ അവര് മതവേഷം കെട്ടിച്ചു വിടും. അപ്പൊ ഇത് ശരിയല്ല, ഇത് സ്കൂളിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സ്കൂളിന്റെ ആ യൂണിഫോം, അതിന്റെ ഒരു ഇതുണ്ടല്ലോ, അതിന് ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ അതിന് ഇത് ലംഘിക്കുന്നു എന്നും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരവാദമായി, കരച്ചിലായി, സമരമായി, ചീത്ത വിളിക്കലായി, മാപ്പ് പറയിക്കലായി, വിവാദം, ആകെ എല്ലാ പ്രശ്നവും ഉണ്ടാക്കും. അതേസമയം MESന്റെ ഇവരുടെ സ്ഥാപനങ്ങളിലൊന്നും ഇതില്ല. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ന്യൂനപക്ഷ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ആ ന്യൂനപക്ഷ ഇതുണ്ടല്ലോ, ആ അവകാശത്തിന്റെ പുറത്താണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്, ക്രൈസ്തവര്. അതേപോലെ തന്നെ ന്യൂനപക്ഷ അവകാശത്തിന്റെ ഇതിൽ അവരും നടത്തുന്നുണ്ട്. ഒരു കാലത്ത് ക്രൈസ്തവർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കിയിട്ട് അത് മറ്റൊരു ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ മുസ്ലിങ്ങൾ അത് പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന്റെ പുറത്ത് ആ ഒരു അജണ്ടയോടുകൂടെയാണ് ഇത് ചെയ്യുന്നത്. ഇത് മുസ്ലിം പെൺകുട്ടികളെ അവരുടെ വിദ്യാഭ്യാസം മുടക്കുക എന്നുള്ള ഒരു നിഗൂഢ അജണ്ട കൂടെ ഇവർക്ക് ഇതിന്റെ പുറയിലുണ്ട്. അതായത് ക്രൈസ്തവ സ്ഥാപനങ്ങൾ തകർക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ, നേരത്തെ കെവിൻ ബ്രദർ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിലേതൊക്കെ പോലെ തന്നെ ഇവരെ സംബന്ധിച്ച് സ്ത്രീകൾ എന്ന് പറയുന്നത് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാകുന്നു. അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ച് അത് വിത്തിറക്കാനുള്ള സ്ഥലമാണ്. അതിന്റെ അത്രേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല. ശരി.